ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് 3-4 വീഡിയോയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പ്ലാന്റ്സിന്റെ കട്ടിങ്സ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കട്ടിങ്സ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് തരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, വീഡിയോ സ്ഥിരമായിട്ട് കാണുക. കട്ട് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ പ്രൂൺ ചെയ്യണ സമയത്ത് നമ്മളത് വീഡിയോൻ്റെ ഇടയിൽ പറയും, അല്ലെങ്കിൽ അത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കട്ടിങ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ആദ്യം കമൻറ്റ് ചെയ്യുന്നവർക്ക് അയച്ചു തരാം. കൊറിയർ ചാർജ് മാത്രം തന്നാൽ മതി. അതുപോലെ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. ഇതിൽ വേറൊരു അനൗൺസ്മെൻറ്റും കൂടെ തരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റിൻ്റെ ഒരു പ്രൂണിങ് വീഡിയോ ആണ്. ഇത് നോക്കി നോക്കൂ, എന്തൊരു ലെങ്താ, എന്നേക്കാൾ നീളം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തെ ഇലകളൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയാണ്, നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴേക്ക് എത്തുന്തോറും അതിൻ്റെ വലിപ്പം കുറഞ്ഞ് വെറും വേരും തണ്ടും മാത്രമായി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയില്ല. അപ്പോൾ ഇനി ഇതിനെ പ്രൂൺ ചെയ്യുന്ന നിവൃത്തിയുള്ളൂ. ഈ മണി പ്ലാന്റ് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഫെർട്ടിലൈസ് ചെയ്യാറ്. അതെങ്ങനെയെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ മണി പ്ലാന്റ് എങ്ങനെയാണ് ടേബിൾ ടോപ്പിൽ സെറ്റ് ചെയ്യാമെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എപ്പോഴും ചെടി ഭംഗിയായിരിക്കണമെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്യണം. പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്കത് പ്രൂൺ ചെയ്യാൻ തോന്നില്ല. അത് പ്രൂൺ ചെയ്യാൻ തോന്നാതിരുന്നതുകൊണ്ടാണ് കണ്ടത് ഇങ്ങനെ അത് വൃത്തികേടായത്. ഇനിയിപ്പോൾ പ്രൂൺ ചെയ്താലേ അത് ഭംഗിയാവും. എപ്പോഴും നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഈ എഡ്ജിൽ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് വേണം നമുക്ക് പ്രൂൺ ചെയ്യാൻ. അടുത്തുള്ള ഈ വക്കിൽ വെച്ചിട്ടുള്ള നോഡിൽ. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പുതിയ ബ്രാഞ്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇത് ചുറ്റും നിറഞ്ഞ് ഒന്നുകൂടെ ബുഷിയായിട്ട് വരും. ഇപ്പോൾ ഇതിൽ അത്ര അധികം ഇല്ലല്ലോ, ഇനി വരുമ്പോൾ അത് ഒന്നുകൂടെ ബുഷിയായിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് പ്രൂണിങ് എങ്ങനെയെന്ന് കാണാം. എപ്പോഴും ഇങ്ങനെ നോഡിൻ്റെ അടുത്ത് വെച്ച് മുറിക്കണം. ഇവിടെ മുറിച്ചാൽ പിന്നെ ഇവിടെ നിന്നാണ് പുതിയ ബ്രാഞ്ച് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ നോഡ് ശ്രദ്ധിച്ചിട്ട് വേണം വെട്ടാൻ. വേണ്ടോ, എല്ലാ നോഡിലും ഇപ്പോൾ നമ്മൾ മുറിച്ചു. മാക്സിമം അതിൻ്റെ പോട്ടിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പോട്ട് കാണുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ വരുന്നില്ലേ, അതൊന്നും കാര്യമാക്കണ്ട. ഇതൊരു 2 മാസം കൊണ്ട് നല്ല ഭംഗിയാവും. അപ്പോൾ നമുക്ക് ആ വിഷമമൊക്കെ മാറും. ഇത് നോക്കൂ എത്രയാ, ഇത് കണ്ടപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം അതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതെല്ലാം നമുക്കൊരു പ്ലാന്റ് ബെഡ് ഉണ്ടാക്കാം. അതായത് ഇത് ചെറിയ പീസാക്കിയിട്ട് ഒരു നിലത്ത് ഒരു ഷെയ്ഡിൽ, അതായത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടേ നടാനാണ് പ്ലാന്. അങ്ങനെ എല്ലാറ്റിനും വേര് പിടിച്ചാൽ നമുക്ക് കുറേ പ്ലാന്റ്സ് ആയി കിട്ടും. ഒരു സെറ്റ് എടുത്തിട്ട് എങ്ങനെയാണ് ബുഷിയാക്കിയിട്ട് വളർത്തുക എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പ്രൂണിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി വേണ്ടത് ഇതിൻ്റെ ഫെർട്ടിലൈസിങ് ആണ്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഫെർട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഫെർട്ടിലൈസ് ചെയ്യാനേ ഇങ്ങനെ ഒരു മിക്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ മിക്സിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തതാണ്. കാരണം വേപ്പൻ പിണ്ണാക്ക് ഇട്ടാലേ ഇതിലിപ്പോൾ കണ്ടോ ഒരു ഫംഗസ് ബാധ്യത തോന്നുന്നുണ്ട്. ഒരു ബ്രൗൺ സ്പോട്ട് കാണാനില്ലേ, അതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് അടുത്ത ലീഫിലേക്കൊന്നും സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇതിലിടുന്നത്. ഇത് 3ഉം കൂടെ ഉള്ള മിക്സാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ആ മണ്ണൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. വേറൊന്നും അധികം പൊട്ടാണ്ട് എന്നാലും ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് അത്ര പെട്ടെന്ന് നാശമായി പോണ ചെടിയല്ലാത്തതുകൊണ്ടേ പ്രശ്നമൊന്നും വരില്ല. ഇതിൽ ഇട്ട് കൊടുക്കാനാണ് പാട്, കാരണം ലീഫൊക്കെ നിറച്ചുള്ള കാരണേ. എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക, ഒരു ഭാഗത്താവാതെ ചെടിയിൽ ഫുള്ളത് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് പതുക്കെ സ്റ്റെമ്മിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് തട്ടി അടിയിലേക്കാക്കി കൊടുക്കുക. നമ്മൾക്ക് വെള്ളം ഒഴിക്കണമല്ലോ അത് കഴിഞ്ഞാൽ. വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ കുറച്ച് NPKയും കൂടെ മിക്സ് ചെയ്യും. അതും എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ പോട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഒരു ഡ്രെയിനേജ് ട്രെയിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഡ്രെയിനേജ് ട്രെയിൽ തന്നെ വെക്കുക പോട്ട്. കാരണം നമ്മളിത് കുറച്ച് കൂടുതൽ വെള്ളത്തിലാണ് NPK കലക്കണത്. എന്നിട്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രെയിൽ വെച്ചിട്ടില്ലെങ്കിൽ അത് കുറേ ഡ്രെയിനായി പോവുമല്ലോ. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാത്രത്തിൽ അത് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഫെർട്ടിലൈസ് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ചേ NPK വേണ്ടൂ.
കൂടുതൽ ഇട്ട് കൊടുക്കരുത്. വളരെ കുറച്ചാണ് NPK എടുത്തിട്ടുള്ളൂ. ഒരു 8-10 മണിയൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മളിങ്ങനെ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഒഴിക്കുകയാണ്. എല്ലാ റൂട്ടിനും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് എല്ലാ ഭാഗത്തും ഒഴിക്കണം. പക്ഷെ ഇതിന് നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള കാരണം കൊണ്ടേ ഒഴിച്ചാൽ അപ്പം തന്നെ കുറേ വെള്ളം പുറത്തേക്ക് ഡ്രെയിനായി പോവും. അപ്പോൾ ആ ഡ്രെയിനായി പോകുന്നത് ഫെർട്ടിലൈസർ അലിയിപ്പിച്ച വെള്ളമാണല്ലോ. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ട്രേ അടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ട്രേയിലേക്കാണ് വെള്ളം വരിക. പിന്നെ അത് ആവശ്യാനുസരണം അങ്ങോട്ട് മുകളിലേക്ക് കയറിക്കോളും. പക്ഷേ അഗ്ലോണിമ പോലത്തെ ചെടികളൊന്നും ഇങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യരുതേ. അടിയിൽ വെച്ചിട്ട് അതിൽ വെള്ളം നിന്നാൽ ആ ചെടി ചീഞ്ഞു പോകും. ഇതിന് മാത്രമേ പറ്റുള്ളൂ. കണ്ടോ, അതിൻ്റെ അടിയിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൽ തന്നെ ഇരുന്നോട്ടെ. ഇതിങ്ങനെ തൂക്കിയിടാതെ ഒരു 2 ആഴ്ച ഇതിങ്ങനെ വയ്ക്കുക. എന്നും ഇതിൽ വെള്ളം നിർത്തരുത്. ഇതാണ് കഴിയണ വരെ പിന്നെ ഇനി വെള്ളം ഒഴിക്കരുത്. പിന്നെ അതിൻ്റെ അത് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരു 15 ദിവസത്തിലൊരിക്കൽ ഒന്നും കൂടെ ഇതേപോലെ ഫെർട്ടിലൈസ് ചെയ്യുക. അപ്പോഴേക്കിത് നല്ല പോലെ പുതിയ ഷൂട്ടൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടാവും. അത് ബുഷി ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മാസത്തിലൊരിക്കൽ ഇതേപോലെ NPK അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്, സീവീഡ് സൊല്യൂഷൻ പോലെ ഉള്ളതാണ് ഉപയോഗിക്കണമെങ്കിൽ അതും കൊടുക്കുക. അപ്പം ചെടി ഭംഗിയായിട്ടിരിക്കും. ഇത്രേ ഫെർട്ടിലൈസിങ്ങിൽ ശ്രദ്ധിക്കുക. ഇത് നോക്കൂ, ഇത് അതേപോലെ 1.5 മാസം മുമ്പ് കുറ്റിയായിട്ട് പ്രൂൺ ചെയ്തതാണ്. ഇപ്പോൾ കണ്ടോ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല വലിയ ലീഫായിട്ട് വന്നിട്ട് നല്ല ഭംഗിയായില്ലേ. അതുപോലെ നമ്മളിപ്പോൾ പ്രൂൺ ചെയ്തതും ഒരു 1.5 മാസം 2 മാസം കൊണ്ട് ഇതേപോലെ ആവും. പക്ഷേ ആ N Joy Pothosൻ്റെ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. അത് ഇത്ര പെട്ടെന്ന് വളരില്ല. എന്തായാലും അത് ഇനി വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് വരിക. അതിൻ്റെ അപ്ഡേറ്റൊക്കെ ഇൻസ്റ്റഗ്രാമിൽ തരാം. ഇനി നമുക്ക് ടേബിൾ ടോപ്പിൽ ബുഷിയായിട്ട് മണി പ്ലാന്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് കാണാം. ആദ്യം നമുക്കിത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ ഇത് കണ്ടോളൂ. ഇങ്ങനെ ഓരോ ലീഫായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു 4-5 ലീഫാണ് നമുക്ക് വേണ്ടു. ഇത് കണ്ടോ, ഈ നോഡിൽ നിന്ന് ഒരു വേര് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ നിന്നാണ് ഇനി പുതിയ ബ്രാഞ്ച് വരിക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മണ്ണിലേക്ക് നടുക ചെയ്യുക. ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളത് ഭംഗിയായി വെച്ചിട്ട് മണ്ണിൽ നടും. അതാ ഇപ്പം നമ്മൾക്കിത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒരു ബഞ്ചായിട്ട് നമ്മളത് മണ്ണിൽ നട്ടിട്ടുണ്ട്. 5 ലീഫും അതിൽ വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നനയ്ക്കണം. നനയ്ക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം ഇതൊരു സെൽഫ് വാട്ടറിങ് പോട്ടാണ്. ഇതിന് ഡ്രെയിനേജ് ഹോളില്ല. ഇതൊരു ഡബിൾ ലെയർ പോലെ ഇങ്ങനെ ടൈറ്റായിരിക്കുന്നതാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. സ്പ്രേ ചെയ്ത് നനയ്ക്കാനേ പാടുള്ളൂ. കാരണം എന്താ, ഇതിന് പുതിയ റൂട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പുതിയ റൂട്ട്സൊക്കെ വന്ന് പുതിയ ഇല വരാൻ തുടങ്ങുമ്പോഴാണ് കൂടുതൽ വെള്ളം ആവശ്യം വരുള്ളൂ. അപ്പോൾ നമുക്കിത് തുടക്കത്തിൽ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടൂ. മണ്ണിങ്ങനെ ഒരു നനവ് നിൽക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചീഞ്ഞു പോകും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ പുതിയ തലയൊക്കെ വന്ന് ഇത് ബുഷിയായി വന്നാൽ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി അപ്പോഴും. കാരണം എന്താ, ഇതിന് ഡ്രെയിനേജ് ഹോളില്ല, വെള്ളം ഇതിലേ ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് അധികം വെള്ളമായി കഴിഞ്ഞാൽ ചിലപ്പോൾ റോട്ട് വരും. ഇത് എന്നിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ വെക്കുക. ഒട്ടും വെയിൽ തട്ടാൻ പാടില്ല ഇതിന്. ഇതേപോലെ നമ്മൾ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചെണ്ണം കാണിക്കാം. ഇത് നോക്കൂ, ഇതൊരു ഭരണിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പോട്ട് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഭംഗിയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ സെറ്റ് ചെയ്യാം. ഇതിനും ഡ്രെയിനേജ് ഹോളില്ല. അപ്പം നനയ്ക്കുമ്പോൾ ഒന്ന് കെയർഫുൾ ആവണമെന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല പച്ചയായിട്ട് കാണാല്ലേ. ഇതിലൊരു ബ്രാഞ്ച് മാത്രം ഫുൾ പച്ചയായിട്ട് തൂങ്ങി വന്നു. അപ്പം അതിനെ കട്ട് ചെയ്തിട്ട് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്താൽ ഫുൾ പച്ചയായിട്ടുള്ള മണി പ്ലാന്റ് കിട്ടുമോ നോക്കട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ അതിനൊക്കെ നോക്കൂ, പുതിയ ബ്രാഞ്ച് വരുന്നതിലൊക്കെ ആ വേരിഗേഷൻ കാണാനുണ്ട്. അപ്പോൾ അത് സക്സസ് ആയില്ല. ആ പഴയ ഇലകളൊക്കെ ഇങ്ങനെ പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ അതിൽ അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യായിരിക്കും നല്ലത്. ഇത് കണ്ടോ, ചെറിയൊരു ഗ്ലാസ് പോലെയുള്ളൊരു പോട്ടാണ്. ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ 4 ലീഫാണ് ഞാൻ വെച്ചിരുന്നത്. അതിനിപ്പോൾ പുതിയ ബ്രാഞ്ചുകൾ വന്നതാണ് ഇതൊക്കെ. ഇത് വേറൊരു വെറൈറ്റിയാണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനത്തെ പോട്ട് നമുക്ക് ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത ഒരു പോട്ടിൽ ഇങ്ങനെ ഇറക്കി വെച്ചാൽ കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് നോക്കൂ, ഇത് വേറൊരു വെറൈറ്റി. ഇത് മഞ്ജുള പോത്തോസ് ആണ്. ഇത് പേറ്റൻ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് നോക്കൂ, പല കളറാണ് ഇതിൽ സിൽവർ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സ്. ലീഫിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബേസിലേക്ക് കണ്ടോ ഒന്നിങ്ങനെ മടങ്ങിയിട്ടുണ്ട്.
ഇത് നോക്കൂ, നല്ല ബുഷി ആയിട്ടിരിക്കില്ലേ. ഇങ്ങനെ ബുഷി ആയിട്ട് ചെറിയ പോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാനുള്ള പോട്ടിലോ ഒക്കെ ഇതേപോലെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ വലിയ പോട്ടാണെങ്കിൽ കുറച്ച് കൂടുതൽ ലീവ്സ് എടുക്കണം എന്ന് മാത്രം. അതും ഇതേപോലെ തന്നെ വളർന്ന് ബുഷിയാവും. അപ്പോൾ നല്ല നീറ്റായിട്ട് കണ്ടോ. ഇത് മാത്രം ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇതാണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി വീടിനകത്ത് മണി പ്ലാന്റ് ബുഷിയായിട്ട് ഹാങ് ചെയ്യാതെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. ഇത് നോക്കി നോക്കൂ. ഇത് ആ ചട്ടി ഹാങ് ചെയ്യണ ചട്ടി തന്നെയാണ് ശരിക്കും. അതവിടെ വെറുതെ വെച്ചിരിക്കുകയാണ്. വേറൊരു ചട്ടിയുടെ മുകളിൽ കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നനയ്ക്കുമ്പോൾ അവിടെയൊക്കെ വൃത്തികേടാവില്ലേ. ഇത് കണ്ടോ, വേറൊരു സാധാരണ ഒരു ചട്ടിയുടെ ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്തൊരു ചട്ടിയുടെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഷെൽഫിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ആ ബുഷിയായ പ്ലാന്റ് കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് തൂങ്ങി വന്നപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം, കാരണം ഇങ്ങോട്ട് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് കൂടി അതിൻ്റെ ഭംഗി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമുക്കത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നോക്കൂ, ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. നേരെ മറിച്ച് അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അത് 1-2 ഇല വെച്ചിട്ട് വാങ്ങിയത് അങ്ങനെ നട്ടതാണ്. അതിന് കണ്ടോ അതിൽ ബ്രാഞ്ച് വന്നത് ആകെ 4 എണ്ണയുള്ളൂ. അതങ്ങനെ ഇരിക്കുകയാണ്. അതിന് വേറൊരു ഭംഗി, അതങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ. പക്ഷേ ബുഷി ആക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ലീവ്സ് ഒന്നിച്ച് ഇതേപോലെ പിടിച്ച് നട്ട് കഴിഞ്ഞാലാണ് ഇങ്ങനെ ബുഷിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ 1-2 ബ്രാഞ്ച് ഇങ്ങനെ തൂങ്ങി വന്നാൽ അതിന് അത്ര ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഈ ഒരു ലുക്ക് വരണമെങ്കിൽ നമ്മളത് പ്രത്യേകം നടു തന്നെ വേണം. നമ്മൾ ടേബിൾ ടോപ്പായിട്ട് സെറ്റ് ചെയ്യാൻ ഇപ്പോൾ ചെറിയ പോട്ടിൽ വെക്കുമ്പോൾ 4 ലീഫാണ് അതിൽ വെച്ചത്. അപ്പോൾ നമ്മൾ പോട്ടിൻ്റെ സൈസിനനുസരിച്ച് ലീഫിൻ്റെ എണ്ണം കൂട്ടിയാൽ അത് പെട്ടെന്ന് നിറയും പോട്ടിൽ. ഇങ്ങനെ സെറ്റ് ചെയ്യണതിൽ കുറച്ച് കൂടുതൽ ലീവ്സ് നമുക്ക് വെക്കാം. 5-എണ്ണോ 6-എണ്ണോ 10 വരെ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ അത് വല്ലാതെ നിറഞ്ഞു കഴിഞ്ഞാൽ, പോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം അറിയോ, ന്യൂട്രിയൻസ് അവർക്ക് വേണ്ട അത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് കുറേ വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നന്നാവില്ല. കാരണം ചെടി വലുതാവുമല്ലോ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട്. അപ്പോൾ ഒരുപാട് എണ്ണം വെക്കരുത്. അപ്പോൾ പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ആ ഇലയുടെ എണ്ണം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് വെച്ചാൽ അത് എന്നും ഭംഗിയായിട്ടിരിക്കും. വീഡിയോൻ്റെ തുടക്കത്തിൽ മറ്റൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്നറിയോ, നമ്മളിപ്പോൾ പ്രൂൺ ചെയ്ത N Joy Pothos ഇല്ലേ, ഇതിൻ്റെ കട്ടിങ്സ് സബ്സ്ക്രൈബേഴ്സിന് വേണമെങ്കിൽ തരാമെന്നുള്ളതാണ്. താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യൂ. ആദ്യം വരുന്ന കമൻറ്റുകൾക്ക് ആയിരിക്കും കട്ടിങ്സ് അയച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റിന് മൺഡേ റിപ്ലൈ തരുന്നതായിരിക്കും. അതിനുശേഷം അതിൻ്റെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. അവർക്കത് കൊറിയറായിട്ട് അയച്ചു തരാം. നിങ്ങൾ കൊറിയർ ചാർജ് മാത്രം തന്നാൽ മതി. ഞാൻ ഇൻഡോറിൽ പ്ലാന്റ്സ് വെക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി ട്രൈ ചെയ്തത് ഈ ഗോൾഡൻ പോത്തോസ് ആണ്. അത് നന്നായി വളരുന്ന നല്ല പോലെ കുറേ പോട്ടിൽ ഞാൻ ഈ ഗോൾഡൻ പോത്തോസ് തന്നെ സെറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് തോന്നി ഇത് പല വെറൈറ്റീസ് ഒന്ന് ട്രൈ ചെയ്യാൻ. അങ്ങനെ പല മണി പ്ലാന്റ്സാണ് ആദ്യം വന്നത്. അതിനുശേഷം ഇപ്പോൾ കുറേ പ്ലാന്റ്സ് എൻ്റെ അടുത്തുണ്ട്. ഇത് നമ്മളിതിൽ മണി പ്ലാന്റിൽ തുടങ്ങി ഒന്ന് കോൺഫിഡൻ്റ് ആയാൽ നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ്സും സെറ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരും. അങ്ങനെ നമ്മൾ ഇൻഡോർ നല്ല ഭംഗിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യൂ. കട്ടിങ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യൂ. ഈ N Joy Pothos ഉണ്ടല്ലോ, അത് നിങ്ങൾ ഉള്ളിൽ വെച്ചാൽ, വീടിനകത്ത് വെച്ചാൽ അത്ര ഭംഗിയാവണമെന്നില്ല. കാരണം അതിന് നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് വേണം. അപ്പോൾ അതാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സിറ്റ് ഔട്ട് പോലെ വെയിൽ തട്ടാത്ത നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് 2 വീഡിയോയിൽ കൂടുതൽ പേര് കമൻറ്റ് ചെയ്യുകയും ചെയ്തു. അതേപോലെ പെട്ടെന്ന് റീച്ച് കിട്ടുകയും ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കിലോ അല്ലെങ്കിൽ പ്ലാന്റിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ആ പ്ലാന്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.